ഹെൽത്തി ലോങ് ലൈഫ്. ഇതാണ് സാധാരണഗതിയിൽ എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നത്. കുറച്ചു കാലം കൂടുതൽ ജീവിക്കണം, ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കണം. കൂടുതൽ കാലം കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു ശാസ്ത്രം, അതാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്രായത്തിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച എങ്ങനെ ഉണ്ടാവും? 100 വയസ്സ് വരെ എനിക്ക് ജീവിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒന്ന് ശ്രമിച്ചാൽ മതി. ടോട്ടലി എ മിത്ത്. ഓക്കെ, ഇത് ശരിയാണെന്ന് എത്ര പേര് എഗ്രി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മളത് ശ്രമിച്ചു നോക്കുമ്പോൾ, ഈ റിയലി ഹാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാവൂ. അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ മാർക്കറ്റിൽ ഉണ്ടാവുമോ? ഇല്ല. സോ മാറ്റം പോസിബിൾ ആണ്. ഐദർ ഒന്നുകിൽ നമ്മളിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ തുടങ്ങണം. ഇറ്റ്സ് എ ചോയ്സ്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. ഹൗ? ഇവിടെയാണ് ബിൽഡിംഗ് യുവർ ബ്ലൂ സോൺ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബ്ലൂ സോൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ബ്ലൂ സോണിന്റെ കുറെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ബട്ട് ബ്ലൂ സോൺസ് ഇപ്പൊ അടുത്ത കാലത്തായിട്ട്, പ്രത്യേകിച്ച് ഇക്കിഗായ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം വന്നതിന് ശേഷം കൂടുതലായിട്ടും ആൾക്കാർ അറിയപ്പെടുന്ന ഒരു പേരാണ് ബ്ലൂ സോൺ. അപ്പോ അതിനെ പറ്റിയിട്ട്, അതും ആരോഗ്യവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ഇത് ഇന്നത്തെ സെഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഹെൽത്തി ലോങ് ലൈഫ്. ഇതാണ് സാധാരണഗതിയിൽ എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നത്. കുറച്ചു കാലം കൂടുതൽ ജീവിക്കണം, ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കണം, അല്ലെ? ഇങ്ങനെ ഈ ഹെൽത്തി ആയിട്ടും ലോങ് ആയിട്ടും നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നിപ്പോഴും കാണുന്ന പല മാനദണ്ഡങ്ങളും മാറ്റി വയ്ക്കേണ്ടി വരും. അതിലൊന്നും പ്രധാനമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ ഇല്ല എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ലിവിങ് ലോങ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരിക്കുള്ള ആവശ്യം. പക്ഷെ ഇന്നിപ്പോഴേ ലിവിങ് ഷോർട്ടും ഡൈയിങ് ലോങ്ങും ആണ്. ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഹെൽത്തി ലോങ് ലൈഫ് എന്താണിത് എന്നുള്ളതിലേക്കാണ് പോകാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഈ ഒരു കാര്യം ബ്ലൂ സോൺ എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്താണ് ബ്ലൂ സോൺ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നിച്ച് തന്നെ നമുക്ക് എങ്ങനെ അത് ഉപകരിക്കും എന്നുള്ളതും. ദ സയൻസ് ഓഫ് ലിവിങ് മോർ ഇയേഴ്സ് ഹെൽത്തിയർ, ഇതാണ് അതിനെപ്പറ്റി പറയുന്നത്, പൊതുവെ പറയുന്നത്. ആക്ച്വലി ഇതിന്റെ ബ്ലൂ സോണിന്റെ സീക്രട്ടിലേക്ക് പോകുമ്പോഴാണ്. സോ കൂടുതൽ കാലം കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു ശാസ്ത്രം, അതാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. എന്താണ് ബ്ലൂ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോൺ സയന്റിഫിക് ടേം ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇതാണ് സയൻസ് എന്ന്. ആക്ച്വലി ബ്ലൂ സോൺ അല്ല, ബ്ലൂ സോണിന്റെ അതിന് പിന്നിലുള്ള രഹസ്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു നോൺ സയന്റിഫിക് ടേം ആണ്. അത് ജിയോഗ്രാഫിക് റീജിയൻ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ ഉള്ള ആൾക്കാരുടെ ജിയോഗ്രഫി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോപ്പുലേഷൻ സ്റ്റഡി ഒക്കെ ചെയ്തതിന് ശേഷം അവിചാരിതമായിട്ട് കണ്ടെത്തിയ ചില കണ്ടെത്തലുകളാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയത്. അതിൽ തന്നെ ഈ ഒരു ബ്ലൂ സോൺ ഫോം ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ സ്ട്രിക്റ്റ് ഡയറ്റോ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസീവ് സപ്ലിമെന്റ് യൂസേജോ അതോ അല്ലെങ്കിൽ റിഗ്രസ് ആയിട്ടുള്ള വർക്കൗട്ടോ ഒന്നും ചെയ്തിട്ടല്ല. അല്ലാതെ തന്നെ അവിടെയുള്ള ആൾക്കാരിൽ അത്രയും മാറ്റം വന്നു എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ബ്ലൂ സോൺ എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെയുണ്ട്. ഡാൻ ബാർട്ടണർ എന്ന് പറഞ്ഞ ആളാണ് അത് എഴുതിയിരിക്കുന്നത്. സോ അദ്ദേഹം കൂടാതെ ഈ ബ്ലൂ സോണിനെ പറ്റിയിട്ട് പഠിച്ചിരിക്കുന്ന ചില ആൾക്കാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഡാൻ ബേർട്ടണർ എന്ന് പറയുന്ന ആള് നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ എക്സ്പ്ലോറർ ആണ്. ബട്ട് അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ആൾക്കാരാണ് ഗിയാനി പേസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറും അതുപോലെ തന്നെ മിച്ചൽ പൊളൻ എന്ന് പറയുന്ന മറ്റൊരു, ആക്ച്വലി ഇദ്ദേഹം ജിയോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള രണ്ട് ഡെമോഗ്രാഫിക് റിസർച്ചർ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള രണ്ടു പേരാണ് ഈ ഒരു കാര്യം ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്. അവര് ശ്രദ്ധിച്ച ഏരിയ എന്ന് പറയുന്നത് സാർഡിനിയ, ഇറ്റലിയിലുള്ള സാർഡിനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സോ ഇവർ ആ 99 ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ആ ഒരു കാര്യം, മീൻസ് അവിടെയുള്ള ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് അവരുടെ പെർട്ടിക്കുലർ ലിവിങ് സ്റ്റൈൽ അല്ലെങ്കിൽ എത്ര കാലം ജീവിച്ചു, ഇങ്ങനെയുള്ള
ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് അവർ ഈ സാർഡിനിയ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ കുറെ ഡോട്ട്സ് ഇടാൻ തുടങ്ങി. ആക്ച്വലി അത് അവരുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബ്ലൂ മാർക്കർ ആയിരുന്നു, അതുകൊണ്ട് ബ്ലൂ ഡോട്ട്സ് ഇടാൻ തുടങ്ങി. അങ്ങനെ സാർഡിനിയ എന്ന് പറയുന്ന ഏരിയയിൽ ഓൾമോസ്റ്റ് ബ്ലൂ ഡോട്ട്സിന്റെ എണ്ണം വളരെ കൂടുകയും അങ്ങനെ ഒരു ബ്ലൂ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലൂ സോൺ ആയിട്ട് തന്നെ അത് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഒരു സാർഡിനിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇറ്റലിയിലുള്ള ഒരു സ്ഥലത്തിന്റെ ആദ്യമായിട്ട് ഒരു ബ്ലൂ സോൺ വന്നത്. ഓക്കെ, ബട്ട് ഇതിന് ശേഷം നാഷണൽ ജിയോഗ്രാഫിക് എക്സ്പ്ലോറർ ആയിട്ടുള്ള ഡാൻ ബുട്ട്നർ പിന്നീട് ഒക്കിനാവ ജപ്പാൻ എന്നുള്ള മീൻസ് ഇതേ രീതിയിലുള്ള മറ്റു പല സ്ഥലങ്ങളും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോവുകയും അങ്ങനെ അദ്ദേഹം ഒക്കിനാവ ജപ്പാനിലെ പറ്റിയിട്ട് 2000 ഒരു സ്റ്റഡി നടത്തുക, പിന്നീട് മറ്റു പല റീജിയൻസും ഉണ്ടെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. സോ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് അൺയൂഷ്വൽ നമ്പർ. അവിടെയുള്ള കൂടുതൽ ആൾക്കാരും കൂടുതൽ കാലം കൂടുതൽ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നവരാണ്. മീൻസ് ആവറേജ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈവൻ ഇറ്റലിയിലുള്ള തന്നെ മറ്റു ആവറേജ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ സാർഡിനിയയിലുള്ള ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുന്നു എന്ന് കണ്ടെത്തിയതാണ് ഇതില് ഒരു ബ്ലൂ സോൺ മാർക്കറായിട്ടോ അല്ലെങ്കിൽ അതിന്റെ സീക്രട്സിലേക്ക് പോകാനും മറ്റുള്ളവരെ പ്രേരിപ്പിച്ചത്. ഓക്കെ, സോ ഓരോ ഏരിയ ആയിട്ട് പോകാം. പ്രധാനപ്പെട്ട 5 ഏരിയസ് ആണ് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്, ബട്ട് ഇവിടെയും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. സോ സാർഡിനിയ, ഇറ്റലി ലോങ്സ്റ്റ് ലിവിങ് മെൻ, ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ പ്രത്യേകിച്ച് ആണുങ്ങൾ കൂടുതൽ കാലം ജീവിക്കുന്നതെന്ന് കണ്ടെത്തി. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്ലാൻ ബേസ്ഡ് ഡയറ്റ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫ് ഡെയിലി റൂട്ടീൻ പോകുന്നത് ഫാമിലി ഫസ്റ്റ് അപ്രോച്ചിലാണ്. എന്തുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ദേ സെലിബ്രേറ്റ് എൽഡേഴ്സ്. പ്രായം കൂടി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പെരുമാറ്റത്തിലോ കാണിക്കുന്നില്ല. തീർച്ചയായിട്ടും അവർ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലവ്, ഫ്രീഡം, കെയർ എല്ലാം അവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇത്രേ ഉള്ളൂ പ്രധാനപ്പെട്ട മോട്ടീവ്. അവർക്ക് ഉള്ളത്രയും എൽഡേഴ്സിന് ഉള്ളത്രയും പരിചയം അല്ലെങ്കിൽ അവർക്കുള്ളത്രയും മറ്റ് ലോകപരിചയം എന്ന് മാത്രമല്ല ഞാൻ പറയാം, എക്സ്പീരിയൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതലാണെങ്കിൽ അത് ഇനിയുള്ള തലമുറയ്ക്ക് മീൻസ് യങ്ങർ ജനറേഷന് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും എന്ന് യങ്ങർ ജനറേഷന്റെ ഉള്ളില് ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദേ യൂസ് റെഡ് വൈൻ. റെഡ് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വൈൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അതിനകത്ത് ലോട്ട് ഓഫ് ഫ്ലാവനോയിഡ്സ് ഉണ്ട്. ഫ്ലാവനോയിഡ്സ് ഈസ് നത്തിങ് ബട്ട് ഫൈറ്റോന്യൂട്രിയൻസ് ആണ്. ന്യൂട്രീഷനിൽ തന്നെ ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ട്. അടുത്ത കാലത്തായിട്ട് നമ്മളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അതിന്റെ പേരാണ് ഫൈറ്റോന്യൂട്രിയൻസ്. മീൻസ് ഓരോ പഴങ്ങളിലും അല്ലെങ്കിൽ പച്ചക്കറികളിലും ഒക്കെ അതിന്റെ പ്ലാൻ കോൺസെൻട്രേറ്റ് കളർ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് ആ ഒരു വ്യത്യാസം കൊടുക്കുന്ന നാച്ചുറൽ ആയിട്ട് വ്യത്യാസം കൊടുക്കുന്ന ഒരു കോമ്പണന്റ് ഫോമാണ് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലാവനോയിഡ്സിന്റെ അളവ് വളരെ കൂടുതലാണ്, പഴങ്ങളിലാണ് അത് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് റെഡ് വൈൻ്റെ യൂസേജ് അവിടെ കൂടുതലായിരുന്നു. ദ യൂസ് ഗോട്ട് മിൽക്ക്, ആട്ടിൻപാലാണ് കൂടുതൽ കുടിച്ചിരുന്നത്. അതുപോലെ തന്നെ നടക്കാൻ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെകളിലോ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് കാഷ്വൽ ആയിട്ട് പോലും കൂടുതൽ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആൻഡ് ലാഫ് വിത്ത് ഫ്രണ്ട്സ്, അവര് മറ്റുള്ള ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ഒത്തിരി നടക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒന്നിച്ച് തന്നെ കൂടുതൽ ചിരിക്കാനും കൂടുതൽ തമാശകളിലും ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ആൾക്കാരാണ്. ഓക്കെ, അത് പ്രായമായതിനു ശേഷമല്ല, പ്രായമാകുന്നതിന് മുമ്പ് തന്നെ. അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഒക്കിനാവ ജപ്പാൻ, ലോങ്സ്റ്റ് ലിവിങ് വിമൻ, കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന സ്ത്രീകളുള്ള സ്ഥലം. ആക്ച്വലി ഒക്കിനാവ ജപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ ആവറേജ് അമേരിക്കനേക്കാളും കൂടുതൽ മീൻസ് അവരെക്കാളും അപ്രോക്സിമേറ്റ്ലി 7.5 ഇയേഴ്സ് ആണ് അവർ ഈ ഒക്കിനാവ ജപ്പാനിലുള്ള ആൾക്കാരുടെ ഏജ് എന്നാണ് പറയുന്നത്, ആവറേജ്. ഓക്കെ, അഗൈൻ ദേ ഈറ്റ് പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്, ഈറ്റ് മോർ സോയ ബേസ്ഡ് ആയിട്ടുള്ള സോയാബീൻ അല്ലെങ്കിൽ ആ ബീൻ മോഡലിലുള്ള തന്നെ കൂടുതൽ ഐറ്റംസ് ആണ് അവർ യൂസ് ചെയ്തത്. പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് ആണ് കൂടുതലും. ഗാർഡനിങ് ആൻഡ് മെഡിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെർബൽ ഗാർഡൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇത് കൂടുതലാണ് ആ ഒരു ഏരിയയില്. മെയിൻറ്റെയിൻ എ മോയ്, എഗൈൻ ഇത് വരുന്നത്
മറ്റുള്ള ആളുകളുമായിട്ടുള്ള സംസാരം, അല്ലെങ്കിൽ അവരുടെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊക്കെ കുടുംബശ്രീ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളുണ്ട് അല്ലെ. ഈ സംഘങ്ങൾ അവിടെ വേറൊരു കൺസെപ്റ്റിലാണ് 5-6 പേരുള്ള 10-ൽ താഴെയുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്, അവർ തന്നെ പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാധാരണ ഗ്രൂപ്പ് പോലെ തന്നെ. പക്ഷെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. എൻജോയ് സൺഷൈൻ കൂടുതൽ നടക്കാനും അല്ലെങ്കിൽ കൂടുതൽ പ്രവൃത്തികൾ സൂര്യപ്രകാശത്തിലും ചെയ്യുന്ന ആൾക്കാരാണ്. അതിനു വേണ്ടിയിട്ട് അത് ഈവൻ അവർക്ക് പല രീതിയിൽ ഹെൽപ്പ് ആവും. മൈൻഡ് റീഫ്രഷ് ചെയ്യും, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി പോലുള്ള ന്യൂട്രീഷണൽ ഗുണങ്ങളുണ്ടാവും. സ്റ്റേ ആക്റ്റീവ്. വെയിൽ കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ പൂർണ്ണമായിട്ടും എടുത്തിട്ട് ക്ഷീണിച്ച് ഉണങ്ങിപ്പോവാന്നുള്ളതല്ല, ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇക്കിഗായ്. ദേ ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ്. ഒരു പർപ്പസ് ഉണ്ട് ലൈഫിൽ. ആ ഒരു പർപ്പസ് എപ്പോഴൊക്കെ ഉണ്ടോ, പർപ്പസ് ആക്ച്വലി ഹോപ്പിലേക്ക് പോകും, പ്രതീക്ഷയ്ക്ക് വക കൊടുക്കും. അതുപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടെങ്കിലേ പർപ്പസ് ഉണ്ടാവുള്ളൂ ജീവിതത്തിന്. അങ്ങനെ ഒരു ലക്ഷ്യവും അതുപോലെ തന്നെ അങ്ങനെ ഒരു അതിലേക്ക് പൂർണ്ണമായിട്ടും ഇടപഴകാനും പറ്റുന്ന ഒരു രീതിയിലുള്ള ചുറ്റുപാടാണ് അവരുടെ മൈൻഡ് സെറ്റ്. ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ്. ഓക്കെ. ഡിസബിലിറ്റി ഫ്രീ ലൈഫ് എക്സ്പെക്ടൻസി. ഒക്കിനാവയെ പറ്റി ഒത്തിരി സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ആക്ച്വലി അവിടെയുള്ളത് ടോട്ടൽ ക്യാൻസർ, ലോകത്തുള്ള ക്യാൻസറിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ സർക്കുലേറ്ററി ഡിസീസസിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാലും ഒക്കെ ഒക്കിനാവ ഈസ് ഫാർ ബിലോ, വളരെ കുറവാണെന്നാണ് പറയുന്നത് ആ ഒരു ഏരിയയില്. ഓക്കെ. നെക്സ്റ്റ്, ഇക്കാരിയ, ഗ്രീസ്. വെദർ പീപ്പിൾ ഫോർഗെറ്റ് ടു ഡൈ. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ആക്ച്വൽ അവര് അങ്ങനെ കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു മൗണ്ടെയിൻ ലിവിംഗ് ഒന്നും ചൂസ് ചെയ്ത ആൾക്കാരൊന്നല്ല. അവിടെ പണ്ട് നടന്ന പല യുദ്ധങ്ങളുടെയും അവസാനത്തേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ലോക്കൽസ്, ഗ്രാമീണരെ മൗണ്ടെയിൻസിൽ പോയിട്ടാണ് രക്ഷപ്പെട്ടിരുന്നത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർക്ക് അവിടെ കൂടുതൽ രക്ഷപ്പെടാൻ മീൻസ് അവർക്ക് അവിടെ ഈ മൗണ്ടെയിൻസിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവരായിട്ട് ഉണ്ടാക്കേണ്ടി വന്നു. സ്റ്റിൽ അവരുടെ സിറ്റിയും അല്ലെങ്കിൽ അവരുടെ ടൗണും ഒക്കെ താഴെ ആയതുകൊണ്ട് മിക്കവാറും സമയങ്ങളിൽ അവർ താഴെ ടൗണിൽ വരേണ്ടയും ആവശ്യമുണ്ട്. സോ അവരുടെ ഒരു നാച്ചുറൽ പാർട്ടായി വാക്കിംഗ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മൗണ്ടെയിനിൽ വാക്കിംഗ് എന്ന് പറയുന്നത്, ക്ലൈംബിങ്. അങ്ങനെ ഒരു നോർമൽ മിമിക് മൗണ്ടെയിൻ ലിവിംഗ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ലൈഫിലേക്ക് അവർ പോയി. അതുപോലെ തന്നെ സ്റ്റോക്ക് അപ്പോൺ ഹെർബൽസ്. ഹെർബൽ പ്രൊഡക്റ്റ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഹെർബൽ ട്രീസ്, പ്ലാന്റ്സിന്റെ യൂസേജ് അവിടെ കൂടുതലാണ്. രാവിലെ നേരത്തെ എഴുന്നേക്കും, അതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോഴേക്ക് പണിയൊക്കെ കഴിയും. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു അല്പം മയക്കം. അങ്ങനെ ഒരു മൈൻഡ് റീഫ്രഷനിങ് ആൻഡ് എനർജൈസിങ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും അൺനോയിങ്ലി നടക്കുന്നതാണ് കേട്ടോ. ഈ അൺനോയിങ്ലി നടക്കുന്നതുകൊണ്ട് തന്നെ പിന്നീട് അതിനെപ്പറ്റി എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബോഡി എനർജൈസിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ ഹെൽപ്പ് ആവുന്നുണ്ടാവുമെന്ന് കണക്കാക്കുന്നത്. ഫാസ്റ്റ് ഒക്കേഷണലി. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അവർ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, പല ബിലീഫ്സിന്റെയും പുറത്ത് ചെയ്യുന്നതൊക്കെ ആവാം. അതുപോലെ തന്നെ ദേ ഹാവ് എ മെഡിറ്ററേനിയൻ ഡയറ്റ്. മെഡിറ്ററേനിയൻ എന്ന് പറയുന്നത് പൊതുവെ സസ്യാഹാരവും അതുപോലെ തന്നെ മീൻസ് വളരെ റെസ്ട്രിക്ഷൻ അല്ല, വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റിനാണ് പറയുന്നത്. പക്ഷെ അവിടെ നോൺ വെജ് യൂസേജ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അനിമൽ പ്രൊഡക്ട്സിന്റെ ഇൻക്ലൂഡിങ് എഗ് ആയാലും അല്ലെങ്കിൽ പാലായാലും ഒക്കെ അവിടെ യൂസേജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും എന്ന് മാത്രം. ഗോട്ട് മിൽക്ക് ആണ് അവിടെ കൗ മിൽക്കിനെക്കാളും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മേക്ക് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വിത്ത് എ പ്രയോറിറ്റി. ഫാമിലിയും ഫ്രണ്ട്സും ആണ് ഇവിടെയും ഇവരുടെ പ്രയോറിറ്റി. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് പ്ലേസ് ഈസ് ലോമ ലിൻഡ, കാലിഫോർണിയ. അമേരിക്കൻസ്, ഇത് അമേരിക്കയിലാണ് കാലിഫോർണിയ. സോ ഇവിടെ ഉള്ള അമേരിക്കൻസിന്റെ പ്രത്യേകത, ലോമ ലിൻഡയിലുള്ള അമേരിക്കൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ലിവ് 10 years ലോങ്ങർ. അവർ സാധാരണ ഉള്ള മറ്റ് അമേരിക്കൻസിനേക്കാളും അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷമെങ്കിലും കൂടുതൽ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ജീവിക്കുന്നത് ജസ്റ്റ് ജീവിക്കുന്നു എന്നല്ല, ദേ എൻജോയ് എവരിതിങ്. മെയിൻറ്റെയിൻ എ സാങ്ക്ടിറ്റി ഓഫ് ടൈം. അതുപോലെ തന്നെ റെഗുലർ മോഡറേറ്റ് എക്സസൈസ്. മീൻസ് ആ ഒരു
അതൊരു അൺനോയിങ് പ്രോഗ്രാം ആയിട്ട് ഒരു എക്സസൈസ് പ്രോഗ്രാമിലേക്ക് സ്പെഷ്യലി ജിമ്മിൽ പോയിട്ടൊന്നും ചെയ്യുന്ന രീതിയിലല്ല അവിടെ ഉള്ളത്. സ്പെൻഡ് ടൈം വിത്ത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് എല്ലാ സ്ഥലത്തും കാണുക, അല്ലെ? ഈവൻ നമ്മുടെ ഇടയിൽ പോലും. പക്ഷെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കുറെ കാലം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പക്ഷെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം. അതിന് പകരം അങ്ങനെയുള്ള കൂട്ടായ്മകൾ അവിടെ ലോങ് ഡ്യൂറേഷൻ മീൻസ് എത്രയോ വർഷങ്ങളോളം നിലനിന്ന് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് എഗെയിൻ മ്യൂച്വൽ ഹെൽപ്പിങ്ങും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് പരസ്പര സഹായത്തിന് കൂടാതെ വോളണ്ടിയറിങ്, പല ആക്ടിവിറ്റീസിലും വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ടാവും. സ്നാക്ക് ഓൺ നട്ട്സ്, ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ അവര് നട്ട്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഏർലി ലൈറ്റ് ഡിന്നർ ആണ് അവരുടേത്. അതുപോലെ തന്നെ മോഡറേഷനിലാണ് കഴിക്കാറ്. പ്ലാൻ ബേസ്ഡ് ഡയറ്റ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കൂടുതൽ വെള്ളം കുടിക്കും. ആൻഡ് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഈവൻ അതിന് പകരമായിട്ടായാലും സമൂഹത്തിന് വേണ്ടിയിട്ടായാലും ഒക്കെ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്, കിട്ടിയത് കൊടുക്കാനല്ല കിട്ടിയതിൽ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണ് ആ ഒരു ഇന്ററാക്ഷന്റെ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷന്റെ വാല്യൂ കൂട്ടുന്നത്. നെക്സ്റ്റ് പ്ലേസ് നിക്കോയ, കോസ്റ്ററിക്ക, ഫ്രം ലാറ്റിൻ അമേരിക്ക. ആക്ച്വലി ഇതൊരു ലാറ്റിൻ അമേരിക്കൻ ബ്ലൂ സോൺ എന്ന് പറയുന്ന രീതിയിലാണ് ഉള്ളത്. ഓക്കെ. ആൻഡ് ഇവിടെ ഇവരുടെ ഇക്കിഗ എന്ന് നേരത്തെ നമ്മൾ ഒക്കിനാവയെ പറ്റി പറഞ്ഞെങ്കിൽ ഇവിടെ ഇവരുടേതായിട്ടുള്ള ഒരു പ്ലാൻ ഫോർ എനിത്തിങ്, അവര് ആ ഒരു പ്ലാനിലാണ് മെയിൻ ആയിട്ട് ജീവിക്കുന്നത്. പർപ്പസ് ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ അവിടെ നമുക്ക് സൂചിപ്പിക്കാം. ഈറ്റ് ലൈറ്റ് ഡിന്നർ, ഡ്രിങ്ക് ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കാൽസ്യം കൂടുതലായിട്ടുള്ള വെള്ളമാണ് അവിടെ. അതുകൊണ്ട് തന്നെ അവരുടെ ബോൺ സ്ട്രെങ്ത്തും കൂടുതലായിട്ടുണ്ടാവും. കീപ് ഹാർഡ് അറ്റ് വർക്ക്. ആക്ച്വലി അവര് നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മസിൽസിന്റെ സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. ആക്ച്വൽ നമ്മൾ പ്രായത്തിനെ പറ്റി കണക്കാക്കുമ്പോൾ എന്താണ് പ്രായത്തിന്റെ ആക്ച്വൽ അടിസ്ഥാനം? മുഖത്ത് ചുളിവ് വരിക, വെളുത്ത നിറം മുടിക്ക് വരിക, അല്ലെങ്കിൽ ആ ഒരു മീൻസ് നമ്മുടെ പ്രായം കണക്കാക്കുന്ന രീതി, അല്ലെങ്കിൽ കണ്ണുകൾ കുഴിയിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലേ. അതേസമയത്ത് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്താ? ഇവിടെയാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ മസിൽസ് നമ്മുടെ ആക്ടിവിറ്റീസിനെ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ ആരോഗ്യം അതുപോലെ നിൽക്കുന്നത്. ഫാമിലി ഫോക്കസ്, അഗൈൻ ഇവിടെയും നിക്കോയിലുള്ള ആൾക്കാരുടെയും ഫാമിലി ഫോക്കസ്, ഫാമിലി ഫസ്റ്റ് അപ്രോച്ച് തന്നെയാണ്. ഗെറ്റ് സം സെൻസിബിൾ സൺ. സെൻസിബിൾ സൺ എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻ ഡി ആയിട്ട് വരാം. അതുപോലെ തന്നെ ഒരു റിഫ്രഷിങ് മൂഡാണ്. ശരിക്കും നല്ലൊരു എനർജൈസർ ആണ് സൺ. നമ്മൾ അതിനെ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് മെയിൻറ്റെയിൻ സോഷ്യൽ നെറ്റ്വർക്ക്സ്. അവർക്കും ഒരു ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ഉള്ള ആൾക്കാരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആൻഡ് എംബ്രേസ് എ കോമൺ ഹിസ്റ്ററി. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു കുതിര ഓടിക്കുക അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏത് വയസ്സ് വരെ ഉള്ളവർക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്? കുതിരപ്പുറത്ത് കയറി ഇരുന്നിട്ട് ആ ഒരു ഇതിനകത്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, കുതിരയുടെ താളത്തിനൊത്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അതിനെ നന്നായിട്ട് നമ്മുടെ ബോഡി പ്രത്യേകിച്ചും ബാക്ക് ബോൺ ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം, അല്ലെ? ആ ഒരു രീതിയിൽ അത് പുതുതായിട്ട് തുടങ്ങുന്നതുകൊണ്ടാണ്. ബട്ട് അഗൈൻ നമ്മൾ ഇപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഇതുവരെ ചെയ്യാത്ത, ബട്ട് ചെറുപ്പത്തിലെ അങ്ങനെ ചെയ്ത് ശീലിച്ച ആൾക്കാരിൽ പോലും ബാക്ക് ബോൺ സ്ട്രോങ് അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ടയസം. അതുപോലെ തന്നെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ടയസം. അതുപോലെ തന്നെ ആ ഒരു പ്രായത്തിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയുള്ള ദി എൻജോയ് ലൈഫ്. ഓൾമോസ്റ്റ് ഞാനിപ്പോ 5 സ്ഥലങ്ങൾ കാണിച്ചു. അവിടെയുള്ള ആൾക്കാർ, അവിടെയുള്ള സാധാരണ മറ്റു ആൾക്കാർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്രയും നോർമൽ ആയിട്ടുള്ള എല്ലാ വർക്കും ഇവരും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് ആരോഗ്യത്തിന്റെ ഒരു പ്രധാന കാരണം, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, അല്ലെ? സോ എന്താണ് ബ്ലൂ സോൺസിന്റെ എസെൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ബട്ട് അതിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഓക്കെ. അതില് ഒന്നാമതായിട്ട് പറയുന്നത്
മൂവ് നാച്ചുറലി. നേരത്തെ ഒക്കിനാവയെ പറ്റി പറഞ്ഞപ്പോൾ ഗാർഡനിങ്ങും മെഡിക്കൽ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞു അല്ലെ. വാക്കിംഗ്, പല സ്ഥലങ്ങളിലും വാക്കിംഗ് എന്ന് പറയുന്നത് അവര് മൗണ്ടൻ ക്ലൈംബിംഗ് അത് ആ ഒരു രീതിയിൽ തന്നെ ഇക്കാരിയ ഗ്രീസിലുള്ള ആൾക്കാര് മീൻസ് പല ആൾക്കാരും അവരുടെ ഒരു മീൻസ് വണ്ടി എടുക്കണ്ട ഞാൻ നടന്നു പോവാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലല്ല, അതൊരു ഒരു നാച്ചുറൽ ഫ്ലോയിൽ വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത് എന്ത് വേണമെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് ബൈ ഹാൻഡ് തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവരുടെ മൈൻഡ് സെറ്റ് വരുന്നത്. ഓക്കെ, അടുത്തത് ഹാവ് എ ഗ്രേറ്റ് റൈറ്റ് ഔട്ട്ലുക്ക്. ഒരു ശരിയായ കാഴ്ചപ്പാട് ജീവിതത്തിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും സ്വന്തം ആത്മവിശ്വാസത്തെ കുറിച്ചും ഒക്കെ ഒരു ശരിയായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം? ഒന്ന് വിശ്വാസം വേണം, മ്യൂച്വൽ ട്രസ്റ്റ് വേണം, ഒരു പർപ്പസ് ഉണ്ടാവണം, പ്രതീക്ഷ ഉണ്ടാവണം. ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ച്വൽ നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത്? കുടുംബത്തിൽ നിന്നല്ലേ തുടക്കം. എന്നിട്ട് നിങ്ങൾ അതിൽ വേണ്ടുന്നതൊക്കെ എടുത്തു, വേണ്ടാത്തതൊക്കെ മാറ്റി. എവിടുന്ന് മാറ്റി? ഒരു പക്ഷെ സ്കൂളിനാവും മാറ്റിയത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ജീവിച്ചു വന്ന ആ ചുറ്റുപാടിൽ വെച്ചിട്ട് നിങ്ങൾ അത് മാറ്റി, മാറ്റേണ്ടത് മാറ്റി. അങ്ങനെ ചെയ്തപ്പോഴാണ് ആ ഒരു റൈറ്റ് ഔട്ട്ലുക്ക് കിട്ടിയത് അല്ലെ. അതുപോലെ തന്നെ ശരിയായ ഭക്ഷണം ബുദ്ധിപൂർവം കഴിക്കുക എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഈറ്റ് വൈസ്ലി എന്ന് പറയുന്നതില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനാണ് ഉണ്ടാവും. ബട്ട് അവര് കോമൺ ആയിട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് ആണ്, രണ്ടാമത്തത് വൈൻ യൂസേജ് വൈൻ ആയിട്ട് എടുക്കണ്ട, ബട്ട് ഫ്ലേവനോയിഡ്സിന്റെ യൂസേജ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈറ്റ് ഇൻ മോഡറേഷൻ ആണ്. എന്തും വലിച്ചു വാരി തിന്ന് അതിനുശേഷം അത് എങ്ങനെയെങ്കിലും ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ പണിയെടുക്കുക എന്നുള്ള ഒരു രീതിയല്ല. അതുപോലെ തന്നെ കണക്ട് വിത്ത് പീപ്പിൾ, ബിലോങ്, മറ്റുള്ളവരുടേതാവുക, മറ്റുള്ളവരെ സ്വന്തമാക്കുക. ഇത് രണ്ടും, ഇതാണ് ബിലോങ്ങിങ്നെസിന്റെ അർത്ഥം. അങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഒരു കണക്ടിവിറ്റി ഉണ്ടാവുന്ന സമയത്ത് അതൊരു ഫാമിലി ഫസ്റ്റ് അപ്രോച്ചിലേക്കും ഫ്രണ്ട്സ് ഫസ്റ്റ് അപ്രോച്ചിലേക്കും ഒക്കെ പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഒരു ശരിയായ ട്രൈബ്, റൈറ്റ് ട്രൈബ് നമ്മൾ കാണുന്നുണ്ടാവും, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. അത് കറക്റ്റ് ആയിട്ട് ഒരേ രീതിയിൽ ചിന്തിക്കുക മാത്രമല്ല ഒരേ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് നമുക്കത് വളരെ നല്ല രീതിയിൽ പോകും. സോ ഇവിടെ തന്നെ നമ്മുടെ ഇടയിൽ പകർന്നുകൊണ്ടിരിക്കുന്ന പല മിത്തുകളും ഉണ്ട്. അതിലൊന്നാണ് ലോങ്കവിറ്റി മിത്ത് 1. ഇഫ് ഐ ട്രൈ റിയലി ഹാർഡ് ഐ ക്യാൻ ലിവ് അപ് ടു 100. 100 വയസ്സ് വരെ എനിക്ക് ജീവിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒന്ന് ശ്രമിച്ചാൽ മതി. ടോട്ടലി എ മിത്ത്. ഓക്കെ, ഇത് ശരിയാണെന്ന് എത്ര പേര് എഗ്രി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മളത് ശ്രമിച്ചു നോക്കുമ്പോൾ, ഈ റിയലി ഹാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാവൂ. അടുത്ത ഒരു മിത്ത് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ്സ് എക്സിസ്റ്റ് ദാറ്റ് ക്യാൻ സ്ലോ ഏജിങ്. നമ്മുടെ പ്രായം കൂടുന്നത് കുറക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫാസ്റ്റ്നെസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ലോകത്തുണ്ടെന്നുള്ളതാണ്. മെഡിക്കൽ സയൻസ് ഈസ് ഗ്രോയിങ്, എവർ ഗ്രോയിങ്, ആൻഡ് പുതിയ പുതിയ സയന്റിഫിക് ഇൻവെൻഷൻസ് ഒക്കെ ഉണ്ട്, ട്രൂ. ബട്ട് അതൊക്കെ നമ്മുടെ ഏജിങ്ങിനെ സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കോട്ട് വളരെ യോജിക്കുന്നത്. എന്തായിരുന്നു? നമ്മള് ഇന്നിപ്പോഴ് ലിവിങ് ഷോർട്ടും ഡൈയിങ് ലോങ്ങും ആയി മാറുക. പല കേസുകളിലും ഡോക്ടേഴ്സ് നമ്മളെ ചാവാൻ വിടുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പോവാണ്. സോ ഈ രണ്ട് മിത്തും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ബ്ലൂ സോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? അതിനും ഒരുപാട് റിസർച്ചസ് നടന്നിട്ടുണ്ട്. അതിനുള്ള ഒരു റിസർച്ച് ആൽബർട്ട് ലീ, മിന്നസോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതിന്റെ പ്രധാനപ്പെട്ട മെഷറബിൾ ഇമ്പാക്ട് പറയുകയാണെങ്കിൽ 8.6 മില്യൺ സേവിങ്സ് ആണ്. എവിടെ? ഹെൽത്ത് സെക്ടറിൽ മാത്രം. ഹെൽത്ത് സെക്ടറിൽ ചെലവഴിക്കുന്ന എമൗണ്ടിന്റെ അളവ് 8.6 മില്യൺ കുറയ്ക്കാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഡോളറിൽ, എനിവേ അത് അവിടുത്തെ കണക്ക് പോട്ടെ. സോ അത്രയും കുറയ്ക്കാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സോ സിമ്പിൾ. ഹെൽത്ത് സെക്ടറിൽ എവിടെയാണ് കൂടുതൽ പൈസ ചെലവാകുന്നത് എന്ന് ഇപ്പം നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ ഒരു വൈറസോ ബാക്ടീരിയയോ വന്നതിന് ശേഷമുള്ള ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടെന്ന് പറയും അല്ലെ. ഒന്ന് എന്തെങ്കിലും ഒരു വൈറസ് വന്നിട്ട്, രണ്ടാമത്തത് ജീവിതശൈലി കൊണ്ടുള്ള.
അപ്പൊ ഈ രണ്ട് എണ്ണത്തില് നമുക്ക് ഏതിലാണ് കൂടുതൽ എക്സ്പെൻഡിച്ചർ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 34th place in the Minnesota country were health rankings up from 68 out of 87 countries. 68 നമ്പേഴ്സ് ആണ് ഈ രാജ്യങ്ങളിൽ വെച്ചിട്ട് 34ാമത്തെ പ്ലേസിലേക്ക് അത് മിനസോട്ടയ്ക്ക് പോകാൻ പറ്റിയത്. ഓക്കെ, ആൻഡ് 2.9 years added to life span average. ഒരാളുടെ ജീവിക്കുന്ന ആവറേജ് വർഷം 2.9 കൂട്ടാൻ പറ്റി എന്നാണ് ഇതില് ഇവര് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. ഓക്കെ, സോ എന്താണ് ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ യൂസേജ് ലെന്റിൽസ്, ചിക്പീസ്, വൈറ്റ് ബീൻസ്, മെഡിറ്ററേനിയൻ, ഈ രീതിയിലുള്ള പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ. ഇതിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഈ ലെന്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചിന്തിക്കേണ്ട, പയറുവർഗ്ഗങ്ങൾ ഒക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ബീൻസ് വെറൈറ്റീസ്. സോ വളരെ കുറച്ച് മാത്രമേ കൊഴുപ്പിന്റെ ഉപയോഗമുള്ളൂ. എന്നാൽ അതേ സമയത്ത് ഏകദേശം 77% കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റിന്റെ ഓൾമോസ്റ്റ് 77% കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. റിച്ച് സോഴ്സസ് ഓഫ് ഫൈബർ. ഫൈബർ എന്തുകൊണ്ടാണ് അവർക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്? അവരുടെ യൂസേജ് പ്രോസസ്ഡ് ഫുഡിലേക്കല്ല പോകുന്നത്, അവർ നോർമൽ ഹോൾ ഫുഡിലേക്കായിരിക്കും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ബീൻസ് ആസ് എ ന്യൂട്രീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട്, ഒരു കോമൺ ആയിട്ട് പറയാണ്, ബീൻസ് വെറൈറ്റീസിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വാട്ടർ, ഡയറ്ററി ഫൈബർ, ഈ ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ബീൻസ് ഈസ് വെരി ഗുഡ് ഫോർ ന്യൂട്രീഷൻ. ആൻഡ് അതിനാണെങ്കിൽ കലോറി കൺസെപ്റ്റ് വളരെ കുറവേ വരുന്നുള്ളതാണ്. സോ അത് ഒത്തിരി നമ്മുടെ ശരീരത്തിന് വേണ്ട പല വെറൈറ്റി ആയിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കും. എന്നാൽ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഫൈബർ ന്യൂട്രീഷനിൽ വരുന്നില്ല, അതുകൊണ്ട് എക്സ്ട്രാ ഫൈബർ അടക്കം അത് കൊടുക്കുന്നുണ്ട്. എന്നാൽ അഡീഷണൽ കലോറീസ് ഇല്ലാതെ ശരീരത്തിന് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് ദേ ജനറലി യൂസ് ഹോൾ ഫുഡ്സ്. മുഴുവൻ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിങ് കുറഞ്ഞ ഭക്ഷണങ്ങളായിരിക്കും അവർ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈറ്റ് മീറ്റ് സ്പെയറിംഗ്ലി. നോൺ വെജ് കഴിക്കുന്നില്ല എന്നല്ല, എല്ലാ തരത്തിലുള്ള നോൺ വെജും കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഫിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കൻ ആയിക്കോട്ടെ, മീറ്റ് വെറൈറ്റീസിൽ തന്നെ മറ്റ് ഈവൻ ഇൻക്ലൂഡിങ് പന്നിയിറച്ചി പോലുള്ള അതൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ഈറ്റ് മീറ്റ് സ്പെയറിംഗ്ലി. ചില സ്ഥലങ്ങളിലൊക്കെ ആഴ്ചയിൽ 1 or 2 പ്രാവശ്യം, അതുപോലെ തന്നെ മേ ബി ഒരാഴ്ചയിൽ 4 or 5 അല്ലെങ്കിൽ 8 പ്രാവശ്യമൊക്കെയാണ് അവരുടെ മീറ്റ് യൂസേജ് വരുന്നത്. ആൻഡ് ദാറ്റ് ടു ആസ് എ സൈഡ് ഡിഷ്. അതൊരു മെയിൻ ഡിഷ് ആയിട്ടല്ല അവർ പ്രധാനമായിട്ടും കണക്കാക്കുന്നത്. ഓക്കെ, ഈറ്റ് നോ മോർ ദാൻ 7 ടീസ്പൂൺസ് ഓഫ് ഷുഗർ. അവരുടെ പഞ്ചസാര ഉപയോഗം വളരെ കുറവാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ആഡ് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. അതിനുശേഷം ഇത് സിംഗപ്പൂർ ഗവൺമെന്റ് ഷുഗർ യൂസേജ് കുറക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ തന്നെ ഒരു ആഡാണ്, ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷുഗർ എത്രത്തോളം കുറക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഗവൺമെന്റ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് ബോധവാന്മാരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. സോ നേരത്തെ ഞാൻ പറഞ്ഞു മിനസോട്ടയാണ്, ആൽബർട്ട് അവിടെ ആണ് ഒരു പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അസ്റ്റോണിഷിംഗ്ലി സിംഗപ്പൂർ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 20 years ആണ് കൂട്ടിയിരിക്കുന്നത്. സോ ഇതൊരു ഷുഗറിന്റെ മാത്രമല്ല ഞാൻ പറയുന്നത്. ദ പീപ്പിൾ, സിംഗപ്പൂരിലുള്ള ആൾക്കാർ പൊതുവെ നടന്നിട്ടാണ് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ, മീൻസ് അവിടെയുള്ള പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ആ ഒരു രീതിയിലാണ് കൂടുതൽ ഉള്ളത്. ആൻഡ് ദേ പ്രൊമോട്ട് ഗ്രീൻസ്. ഒരുപാട് സിംഗപ്പൂരിന്റെ ഫാക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാടുണ്ട് അതിനെ പറ്റിയിട്ടും പറയാൻ. സോ ജസ്റ്റ് ആ മെയിൻ കൺസെപ്റ്റ് മാത്രം ഞാനിവിടെ കാണിച്ചെന്ന് മാത്രം. ദ ഗവൺമെന്റ് ഓൾസോ ഹാസ് ടു ചേഞ്ച്. നമ്മൾ മാറണം, നമ്മൾ മാറിയില്ലെങ്കിലും ഗവൺമെന്റ് നമ്മളെ മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ മാറിയിട്ട് ഗവൺമെന്റിനെ മാറ്റണം, അല്ലെ? ഇങ്ങനെ ഒരു രീതിയിലല്ലേ പോകാൻ പറ്റൂ. ആരോഗ്യം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്.
Skip any product that lists sugar among its first 5 ingredients. ഇങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ എല്ലാവരും ഈ ആദ്യത്തെ 5 എണ്ണത്തിൽ ഷുഗർ വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കില്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ മാർക്കറ്റിൽ ഉണ്ടാവുമോ? ഇല്ല. സോ മാറ്റം പോസിബിൾ ആണ്. ഐദർ ഒന്നുകിൽ നമ്മളിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ തുടങ്ങണം. ഇറ്റ്സ് എ ചോയ്സ്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. ഹൗ? ഇവിടെയാണ് ബിൽഡിംഗ് യുവർ ബ്ലൂ സോൺ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബ്ലൂ സോൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അത്ര എളുപ്പമൊന്നുമല്ല. ഒന്ന്, ആൾക്കാരിൽ നിന്ന് തുടങ്ങണം. ഇൻഡിവിജ്വൽ, ആസ് എൻ ഇൻഡിവിജ്വൽ ഇത് തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? നമ്മുടെ വീട്ടിൽ നിന്നും തുടങ്ങണം, നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്നും. നമ്മൾ ഒരാൾ മാറിയത് കൊണ്ട് നമ്മൾ മാത്രം മാറി എന്ന് നമുക്ക് വിചാരിക്കാനാവില്ല. നമ്മുടെ കൂടെയുള്ള, ഒരുപക്ഷെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവരും, അതുപോലെ തന്നെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ മാറുമ്പോഴും വീട്ടിലുള്ളവരും ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ഇറ്റ് വിൽ സ്പ്രെഡ്, അല്ലെ? ദ ഗുഡ് ഹാസ് ടു സ്പ്രെഡ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവിനെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ജനറലി. അതിന് പകരം നെഗറ്റീവിനെ സ്പ്രെഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അത് സെക്കൻഡറി ആയിട്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിന് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളും ഇത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, ആസ് ഫുഡോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കുകളോ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കൂ. 24 മണിക്കൂറാണ് ഉള്ളത്. 24 മണിക്കൂറിനുള്ളിൽ ഒരാള് നെഗറ്റീവിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് മാറ്റിവെക്കാം. അതേസമയത്ത് അയാള് 24 hours പോസിറ്റിവിറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ അയാൾക്ക് അത് കേൾക്കാനോ അത് പറയാൻ, നെഗറ്റിവിറ്റി കേൾക്കാനോ നെഗറ്റിവിറ്റി പറയാനോ സമയമുണ്ടോ? ബാക്കി ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മണിയും, അല്ലെ? മണി നമ്മുടെ അടുത്തുള്ളത് ആസ് ഓൺ നോ ഒരു ലിമിറ്റഡ് ഇൻകം ആണ്, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച എമൗണ്ട് ആണ്. ഈ എമൗണ്ട് നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യുന്നു? സ്പെൻഡ് വൈസ്ലി. ആ ഒരു കാര്യം കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നെറ്റ്വർക്ക് മാറുന്നുണ്ടാവും. ഓക്കെ, അടുത്തതാണ് പ്ലേസസ്. പ്ലേസസില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പ്ലേസ്, അതുപോലെ തന്നെ റെസ്റ്റോറന്റ്, അതുപോലെ തന്നെ ഫെയ്ത്ത്, നമ്മൾ എവിടെയാണോ നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, വർഷിപ്പ് എന്ന് മാത്രം ഞാൻ പറയില്ല. ഓക്കെ, സോ ഈ സ്ഥലങ്ങളൊക്കെ തീർച്ചയായിട്ടും നേരത്തെ ഇപ്പം വാക്കിങ്ങിൻ്റെത് ഞാൻ സിംഗപ്പൂരിൽ സൂചിപ്പിച്ചു. അവിടെ വാക്കിങ്ങിന് ഇത്രമാത്രം പ്രൊമോഷൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഇൻഡിവിജ്വലിന് മാറുന്നത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പ്ലേസസും അതുപോലെ തന്നെ മറ്റ് പോളിസീസും ഒക്കെ ഈവൻ ഗവൺമെന്റ് കൂടെ ടേക്ക് പാർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. റെസ്റ്റോറന്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മള് ജനറലി പോകുന്ന ഹോട്ടലുകൾ ഹെൽത്തി ആയിട്ട് മാത്രം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണം മാത്രം തരുന്ന ഹോട്ടലാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ഹോട്ടലുകൾ കൂട്ടിപ്പോവില്ലേ? അല്ലെങ്കിൽ അവര് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. സോ ദേ വിൽ ചേഞ്ച്. അവര് മാറുന്നതിന് മുമ്പ് നമ്മൾ ആസ് എ റെസ്റ്റോറന്റ് പോകുന്ന കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ മാറേണ്ടത് ആവശ്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോളിസീസ്. നമ്മൾ ഇപ്പോഴ് ജീവിക്കുന്ന സമയത്തുള്ള പല പോളിസീസും പല സമയത്തായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വന്നതാണ്. നമുക്ക് പല ആൾക്കാരും പറഞ്ഞു തന്നതാണ്. അതിൽ വരുന്നതാണ് എൻവയോൺമെന്റ് റിലേറ്റഡ് പോളിസീസ്, ഫുഡ് റിലേറ്റഡ് പോളിസീസ്, ടൊബാക്കോ റിലേറ്റഡ് പോളിസീസ്, സ്മോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. പല രാജ്യങ്ങളും സ്മോക്കിങ്ങിന് എക്സ്ട്രീം, ആക്ച്വൽ ലിക്കറിനേക്കാൾ വളരെ കൂടുതലായിട്ട് ദോഷം തരുന്ന ഒരു സാധനമാണ് ടൊബാക്കോ. സോ അതിനെ എക്സ്ട്രീം ടാക്സസ് അപ്ലൈ ചെയ്തിട്ട് അതിനെ എങ്ങനെയെങ്കിലും റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാവുന്നത് ജനങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പല ഗവൺമെന്റുകളും. സോ അതിനു വേണ്ടിയിട്ടുള്ള പോളിസികളൊക്കെ തീർച്ചയായിട്ടും എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഈവൻ ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഒന്നിനെ മാറ്റി നിർത്തിയിട്ട് മറ്റേത് മാത്രം ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ബിൽഡിംഗ് യുവർ ബ്ലൂ സോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ടോട്ടൽ ഇൻക്ലൂഡിംഗ് ദ ഗവൺമെന്റ് ഹാസ് സം റോൾ ടു പ്ലേ. ഇനി പോട്ടെ, ഗവൺമെന്റ് എന്നുള്ളത് വലിയ രീതിയിലാണ്. നമുക്ക് നമ്മുടെ സ്കൂളുകള് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന മറ്റ് സംഘടനകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം പോളിസികളൊന്നും ചിന്തിച്ചു. അവിടെ ആരും പോളിസി മേക്കർ ഒന്നും ഇല്ല. അവിടെ നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളെ പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരാണ് അവിടെ പോളിസികൾ ഉണ്ടാക്കുന്നത്. ഈവൻ ഈ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഈ ഫുഡ് റിലേറ്റഡ് പോളിസി നമുക്കുണ്ടാക്കിക്കൂടെ? അങ്ങനെയും നമുക്കതിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇന്നിപ്പോഴ് ബ്ലൂ സോണിനെ പറ്റിയിട്ട് വളരെ കംപ്രസ് ചെയ്തിട്ട് പറയുന്നുണ്ടെങ്കിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് കുറച്ചു നേരം ഡിസ്കഷനിലേക്ക് പോവാം. താങ്ക് യു
താങ്ക് യു.